ഹലോ ഗായ്സ്, എന്തെല്ലാം സുഖല്ലേ? ഡിസ്ക്ലെയിമറൊക്കെ കണ്ടല്ലോ അല്ലേ? അവസ്ഥ അതാണ്. വളരെ വളരെ പരിതാപകരം. എന്താ ഇത്ര പരിതാപകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേ സെബിയുടെ റൂൾ പ്രകാരം സെബിയുടെ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ആർക്കും ഈ ലൈവ് ട്രേഡൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ആ ഒരു 2-3 ലൈവ് ട്രേഡ് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറി. അപ്പോൾ സെബിയുടെ റൂള് പ്രകാരം അത് ലൈവ് ട്രേഡ് ചെയ്യാൻ പാടില്ല സെബിയുടെ ലൈസൻസ് ഇല്ലാത്ത ആർക്കും. ഓക്കെ, അപ്പം ഞാനത് ചെയ്തതുകൊണ്ട് എൻ്റെ വീഡിയോ അങ്ങനെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യും, പക്ഷേ അത് മറ്റുള്ള ആൾക്കാർക്കും എത്തില്ല. കാരണം ഞാൻ മുമ്പ് വെറുതെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് വെറുതെ ഹായ് ബായ് പറഞ്ഞതിനൊക്കെ 100-200 വ്യൂസ് ഉണ്ട്. ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും വ്യൂസ് ഇല്ല. അതിന് കാരണം ഇതാണ്, സെബിയുടെ റൂൾ അനുസരിച്ചിട്ട് സെബിയുടെ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഏതെങ്കിലും ട്രേഡ് ലൈവായിട്ട് കാണിക്കാനോ അല്ലെങ്കിലും ഞാൻ അല്ലെങ്കിലും ഒരു ട്രേഡും അഡ്വൈസ് ചെയ്യാറില്ല. അഡ്വൈസ് ചെയ്യുന്നതും ശരിയല്ല, ഞാൻ ചെയ്യാറുമില്ല. ഞാൻ ദൈവത്തെ ഓർത്ത് ആരും ഈ വഴിക്ക് വരരുതേ എന്ന് ഞാനും പറയാറുള്ളൂ. പക്ഷേ പണി കിട്ടി. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇവർ ഇതുപോലെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ ആരുടെ അടുത്ത് എത്തില്ല. അതുകൊണ്ട് ലാസ്റ്റ് 3 വീഡിയോസും അങ്ങനെ തന്നെ നിൽക്കാം. എനിവേ, അതല്ല ഇന്നത്തെ സബ്ജക്റ്റ്. ഇന്നത്തെ ഞാനൊരു ഇൻട്രാഡേ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഇതുപോലെ ലൈവായിട്ട് കാണിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും എനിക്കത് ഫോട്ടോസ് കാണിക്കാം. അത് അന്നത്തെ ദിവസമല്ല, അത് നെക്സ്റ്റ് ഡേ ആയിട്ടാണെങ്കിലും കാണിക്കാം. അത് അന്നത്തെ ദിവസമായിട്ട് കാണിച്ചാലും പ്രശ്നമാണ്. ഫോട്ടോസായിട്ട് നെക്സ്റ്റ് ഡേ വെച്ചിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ്, 14-ാം തീയതി, ഏപ്രിൽ 14-ാം തീയതി. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 15-ാം തീയതി ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. എനിവേ, ഈ ഒരു അവസ്ഥ വന്ന് എനിക്ക് എല്ലാവരും ഒന്ന് ചെറിയൊരു ലൈക്ക് അടിച്ചു കൊടുത്തോ. ഇനിയെങ്കിലും ലൈക്ക് അടിക്കടേ. എത്ര ദിവസമേ പറയണു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പറഞ്ഞാൽ ചെയ്യൂല, ലൈക്ക് ഇങ്ങനെ ചെയ്യൂ പ്ലീസ്. അപ്പോൾ എൻ്റെ ഈ ട്രേഡ് കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ട്രേഡല്ല, ഞാൻ ചെയ്യുന്നത് ഗ്യാംബ്ലിംഗാന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ മുമ്പുള്ള 2-3 വീഡിയോസ് കണ്ടിട്ട് പറയുന്നതാണ്. ആ 3 വീഡിയോസിലും ഈ പറഞ്ഞ പോലെ 40,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെയിലി 500 റുപ്പീസ് വെച്ചിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് ഒരു മാസം 10,000 റുപ്പീസ് നമുക്കത് എങ്ങനെ എടുക്കാം എന്നുള്ളതായിരുന്നു ആ മുമ്പുള്ള 2-3 വീഡിയോസ്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോട്ടോ. ഇനി കണ്ടില്ലെങ്കിൽ അത് ഏതായാലും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ടിയൊന്ന് കണ്ടിരുന്നോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40,000 രൂപ ഇട്ടിട്ട് ഒരു മാസം 10,000 രൂപ അങ്ങനെ എടുക്കാം എന്ന് ഞാൻ ചോദിച്ചിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ ഞാൻ ആ 10,000 എടുത്തു. ഒരു ദിവസം 6,000 എടുത്തു, മറ്റൊരു ദിവസം 4,000 എടുത്തു. അങ്ങനെ 2 ദിവസം കൊണ്ട് 40,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് 10,000 ഞാൻ എടുത്തു. ഇന്നും ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ ട്രേഡ് ചെയ്തപ്പോൾ ഇന്നും ഉണ്ട് ഒരു 5,700 ഓർ സംതിങ്. ഓക്കെ, അപ്പോൾ ഇന്നും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു 10% മേളിൽ, ഒരു 12%, 13% ഇന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ് ചെയ്യുന്നവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒരു മന്ത്ലി ഒരു 10,000 ഒരു 10,000 അല്ല, മന്ത്ലി ഒരു 10% നമ്മളിടുന്ന ക്യാപിറ്റലിൻ്റെ ഒരു 10% എടുക്കാം എന്നുള്ളതാണ് ട്രേഡിങ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനത് 2 ദിവസം കൊണ്ട് എടുത്തു. പക്ഷേ അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഞാൻ ചെയ്യുന്നത് ട്രേഡിങ് അല്ല, ഞാൻ ചെയ്യുന്നത് ഗ്യാംബ്ലിംഗ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് അവരവരുടേതായ ഒരു അഭിപ്രായം. എങ്ങനെയുണ്ട് ഇന്നത്തെ സബ്ജക്റ്റ്? കൊള്ളാമോ? ഇഷ്ടമായോ? ഇതിപ്പോൾ ഒരു മാസം 10% എടുക്കാൻ പറഞ്ഞത് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്തിട്ടുണ്ട്. അതും ഈ വീഡിയോ കാണിക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോ ഇടാനുള്ള നിവൃത്തിയേ ഉള്ളൂ. വീഡിയോ ലൈവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും റെസ്ട്രിക്റ്റ് അടിക്കും, ബാൻ ചെയ്യും. അപ്പോൾ അത് കാരണം ഫോട്ടോ കാണാം. ഇതാണ് ഇന്നത്തെ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഉള്ള ഒരു സംഭവം. ഇതാണ് റെക്കോർഡ് ടൈമിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇന്ന് വരുമ്പോൾ തന്നെ സൺഫാർമയാണ് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സൺഫാർമ ബേ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അക്കൗണ്ട് ബാലൻസ് 42 സംതിങ് ഉണ്ട്. അപ്പോൾ 42 സംതിങ്ങിനുള്ള സാധനം ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ എടുക്കുന്നത് ഞാൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ടത് കാണട്ടോ, അപ്പോഴാണ് രസം. കണ്ടല്ലോ, മാർക്കറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാർക്കറ്റ് തുടങ്ങി 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരെണ്ണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിവിടുന്ന് ബൈ ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അത് എങ്ങനെ പോകുന്നുണ്ട്, എത്ര രൂപ എടുത്തു എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആ സെൽ ഔട്ട് ചെയ്തതിന് മുമ്പുള്ള കുറച്ച് പോയിൻറ്റ്സാണ്. ഒരു നാല് ക്യാൻഡിൽ വരെ ഗ്രീൻ കത്തിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് കയറി ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു 2.5-3% 3% പ്രോഫിറ്റ് അതിലായിട്ടുണ്ട്. ഞാനത് നേരെ വിഡ്രോ ചെയ്തിട്ട് അടുത്തത് മാക്സ് ഹെൽത്തിൻ്റെ വേറൊരു ട്രേഡ് ഇതുപോലെ സെല്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറെ സെല്ല് കൊടുക്കാൻ കാരണം നേരത്തെ ഇതൊക്കെ നോക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ, അല്ല അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നേരത്തെ എടുത്ത് വെച്ചേക്കണമെന്നല്ല. ഈ സെല്ല് കൊടുത്തിട്ട് മാക്സ് ഹെൽത്തിൻ്റെ ഒരു സ്റ്റോക്ക് ഞാൻ ഇതുപോലെ സെല്ല് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നേരത്തെ ഒരു പച്ച കത്തിയ മേളിൽ നിൽക്കുന്നതുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവൻ ആ മേളിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നേരെ സെല്ല് കൊടുത്താണ്. കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ സെല്ലായിട്ട് വന്നു. കറക്റ്റ് അവിടെ എത്തിയപ്പോൾ ഞാൻ കയറി വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഇത് ഈ ഫോട്ടോസൊക്കെ ഒരു 1-2 മിനിറ്റുള്ളിൽ തീരുട്ടോ. ഞാൻ എത്ര പ്രോഫിറ്റ് എടുത്തു, എന്താണ് എൻ്റെ പ്ലാനെന്നും ഗാംബ്ലിങ് അല്ല എന്നുള്ളതാണ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാ നോക്കിയേ, അത്രയും ചെറിയൊരു 4 പോയിൻറ്റിൽ സൺഫാർമിൽ ഞാൻ 1750, ഒരു 4 പോയിൻറ്റ് മാക്സ് ഹെൽത്തിൽ സെല്ല് ചെയ്തപ്പോൾ അതിൽ 2500 ഞാനിത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തെടുക്കുന്നത് റിലയൻസ് തന്നെയാണ്. പറഞ്ഞുതരാം. റിലയൻസിനെ നോക്കി ഇതാ ഇപ്പോൾ ഈ ഇരിക്കുന്നൊരു ഗ്രാഫ് കേട്ടോ. ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ 5 മിനിറ്റിൻ്റെ ട്രേഡ് നടന്നിട്ട് ഇപ്പോൾ എത്ര സമയം എന്നുള്ള ആ ഗ്രാഫിൽ ഓരോ ക്യാൻഡിൽ എണ്ണി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എൻ്റെ സബ്ജക്റ്റ് അതല്ല, സബ്ജക്റ്റ് ഇനിയാണ് രസം, കേട്ടോളൂ. ഇതാ ഇതിൽ നോക്കി നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഏറ്റവും താഴെ കണ്ടോ ആ റെഡിൻ്റെ അവിടെ സെല്ല് ചെയ്യാൻ നിൽക്കുന്നത് 70%, ബേ ചെയ്യാൻ നിൽക്കുന്നത് 30%. അതായത് സെല്ല് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. 70% ആൾക്കാർ സെല്ല് ചെയ്യാനുള്ളത്, ബേ ചെയ്യാൻ വെറും 30% ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്തെന്താണെന്നറിയോ? ഞാൻ ചെയ്തത് നേരെ ബേ ചെയ്യാന്നുള്ളത്. അതായത് ഞാൻ ആ 30%-ന് കൂടെ കയറി. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 70% ആൾക്കാർ സെല്ല് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ആ സെല്ലിന് എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇവൻ തിരിച്ച് മേളിലേക്ക് കയറി വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രം 70% ആൾക്കാരും സെല്ലിങ് ഓപ്ഷനിൽ നിന്നിട്ടും ഞാൻ ആ 30% ആ ബേയിങ് ഓപ്ഷനിലാണ് ഞാൻ നിന്നത്. പക്ഷേ അത് സക്സസ് തന്നെയായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അടുത്തൊരു ക്ലിപ്പിൽ അടുത്ത ഫോട്ടോയിൽ വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഞാനത് ബേയിങ് ഓപ്ഷൻ എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനത് ബേയിങ് ഓപ്ഷൻ ഓർഡറും ആക്കി. നോക്കിയേ ഇപ്പോൾ എവിടെയാണ് പോയിന്റ് നിൽക്കുന്നത്? നോക്കിയേ, ഒരു 4-5 ലൈൻ ചെറുതായിട്ട് മേളിലിട്ട് കയറുന്നുണ്ട്. എന്തിനാ കയറുന്നറിയോ? ഇതാ 70% ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ടല്ലോ, അവരുടെ ആ സ്റ്റോപ്പ് ലോസ് പിടിക്കാൻ വേണ്ടിയിട്ട് മേളിലേക്ക് കയറിയിരിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്. 70% ആൾക്കാർ സെല്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് മേളിലുണ്ടാവും. അത് ഹിറ്റ് ചെയ്യാനായിട്ട് ഇവൻ എന്തായാലും മേളിലോട്ട് കയറി വരും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് 70% ആൾക്കാരും സെല്ല് ചെയ്തപ്പോൾ ഞാൻ ആ 30% ആൾക്കാരുടെ കൂടി ബേ ചെയ്യാനും. പക്ഷെ അത് കാത്തു നിൽക്കാനല്ല, ഇത്രയും കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിഡ്രോ ചെയ്ത് ഇറങ്ങി. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 5000 സംതിങ് എന്തോ ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴും വിഡ്രോ ചെയ്ത് ഇറങ്ങി. ഞാൻ എൻ്റെ ഫോട്ടോയും കാണിച്ചു തരാം, വെയിറ്റ്. ഇതാ നോക്ക്, ആ ജസ്റ്റ് ഇവർ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ കയറിയതിന് മാത്രമേ ഏകദേശം 2%-ഓളം അത് മേളിൽ എൻ്റെ ടോട്ടൽ ഞാൻ ഇട്ട ക്യാപിറ്റലിൻ്റെ 2%-ഓളം മേളിലിട്ട് കയറിയിട്ടുണ്ട്. എനിക്കത് മതി. ഞാനിത് സ്ക്വയർ ഓഫ് ചെയ്തിട്ട് ബാക്കി ഞാൻ ഇന്നെടുത്ത പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കിയേ, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കിയപ്പോൾ 5271 രൂപയുണ്ട്. അതാണ് ഇന്നെടുത്ത പ്രോഫിറ്റ്. ഓക്കെ, ഇതുപോലെ ഏകദേശം 10-12% ആയിട്ടില്ലേ? ഇതുപോലെ ഇത് ഗാംബ്ലിംഗ് ആണെന്നാണ് പലരും പറയുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല, എന്നാലും ചെയ്യൂ, ഞാൻ പറയാം. നിങ്ങൾ പറയേണ്ടത് എൻ്റെ കാര്യം, ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇനി സെബിയുടെ റൂൾ ചേഞ്ച് ആവണ വരെയും ചിലപ്പോൾ ഇതുപോലെ ഇനി ലൈവ് ട്രേഡ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മുമ്പ് വന്ന പോലെ 3 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. ആദ്യത്തെ വീഡിയോയിൽ തന്നെയുണ്ട് ഏകദേശം 18%-ഓളം പ്രോഫിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 6700 എന്തോ സംതിങ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഡേ ഉള്ള ആ ഡേറ്റ് വേണമെങ്കിൽ തന്നെയുണ്ട്. നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട് ഒരു 4700 സംതിങ് എന്തോ. രണ്ടും കൂടി ചേർത്ത് തന്നെ എന്തോ 11,000 സംതിങ് എന്തോ ആയിട്ടുണ്ട്. ഞാൻ ഒരു മാസത്തിൽ എങ്ങനെ 10,000 ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ആദ്യം ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാസത്തിൽ 11,000 എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത 2 ദിവസം കൊണ്ട് 11,000 ഉണ്ടാക്കിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് മുമ്പോട്ട് കയറി നോക്കി കാണാവുന്നേ ഉള്ളൂ.
അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് മറ്റേ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ലൈവായിട്ടുള്ള വീഡിയോ, ലൈവ് ട്രേഡിങ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ സെബിയുടെ റൂൾ പ്രകാരം അത് പബ്ലിഷ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യില്ല. അതാണ് ആ വീഡിയോ അത്ര അങ്ങോട്ട് കയറി ഹിറ്റാവാണ്ട് പോയത്. ഇത് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ ഓടിക്കുന്ന വണ്ടി കണ്ടത് ആ ഒരു 6 വീല്, ഒരു 3 ടണ്ണിൻ്റെ വണ്ടി. നമ്മുടെ നാട്ടിലേക്ക് ഒരു പഴയ സ്വരാജ് മസ്തടക്കം വണ്ടി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു വണ്ടിയാണ്. സാധാരണ എഞ്ചിനീയർമാർക്കൊക്കെ പിക്കപ്പാണ് കൊടുക്കാറ്, ഇവിടെയൊക്കെ ടിപ്പറാണ് കൊടുക്കണത്. എന്താണെന്ന് എനിക്കറിയില്ല. ടിപ്പറല്ല, ഡബിൾ ക്യാബിൻ വണ്ടി, ബാക്കിൽ മെറ്റീരിയൽസ് കയറ്റാം. പിക്കപ്പ് അല്ല, പിക്കപ്പ് എന്ന് പറഞ്ഞാൽ 1 ടൺ ഉണ്ടാവുള്ളൂ. ഇത് 3 ടൺ വെയിറ്റ് വരെ കൊള്ളും. അപ്പോൾ അതുപോലത്തെ ഒരു വണ്ടി. ഓക്കെ, അപ്പോൾ വണ്ടി ഓടിച്ച് കാണിക്കാന്നുള്ളതല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈവ് ട്രേഡ് എന്തായാലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് പല തലയുള്ള ആൾക്കാർ പറയുന്നു ഞാൻ ഇതിനകത്ത് ട്രേഡല്ല നടത്തുന്നത്, ഞാൻ ഇത് ഗ്യാംബ്ലിംഗ് ആണ് നടത്തുന്നതെന്ന് പറയുന്നു. അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാലേ അതൊരു കസിനോ ആണ്. മനസ്സിലായില്ലേ? അതൊരു കസിനോ ആണ്. കസിനോയിൽ ആരെങ്കിലും നിസ്കരിക്കാൻ ചെല്ലുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിനകത്ത് എല്ലാവരും ചെല്ലുന്നത് ഈ ട്രേഡ് ചെയ്യാൻ തന്നെയാണ്. അതൊരു ഗ്യാമ്പിളിങ് തന്നെയാണ്. പിന്നെ ഇതൊരു ബിസിനസ്സാക്കി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് 1:3, 2:5 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കറക്റ്റായിട്ടൊരു പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരാണ് ഞാൻ പറയുന്നത് ഞാൻ ഗ്യാമ്പിളിംഗ് ആണ് ചെയ്യുന്നതെന്നുള്ളത്. അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ 1:3, അതായത് കറക്റ്റ് 1% ലോസും 3% പ്രോഫിറ്റും. 3% പ്രോഫിറ്റായി നിർത്തി ഇറങ്ങിക്കോണം, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇത് ഇപ്പോൾ ഈ 18% എടുത്തതും 12% എടുത്തതും 10% എടുത്ത ഈ വീഡിയോ ഒക്കെ ഇതൊന്നും എന്നും കിട്ടുമൊന്നുമില്ല ഈ ട്രേഡിങ്ങിൽ. ഇതിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ ഡൗൺ ആണ്. ട്രംപിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫുൾ ഡൗൺ ആയിരുന്നു. പുള്ളി അത് 90 ദിവസത്തേക്ക് ആ നിയമങ്ങളെ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ കുറച്ച് കയറ്റം ഇറക്കൊക്കെ ഉണ്ടായി. ആ ഒരു ഫ്ലക്ച്വേഷനിൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് കൂടുതൽ എടുക്കുന്നതിൽ എന്തത്ര ഒരു നഷ്ടം? ആർക്കാണ് അതിൻ്റെ അടുത്തൊരു ബുദ്ധിമുട്ട്? ഇപ്പോൾ എന്നെ ഈ കുറ്റം പറയുന്നത് ഞാൻ ഗ്യാമ്പിളിംഗ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്, എന്നെ കുറ്റം പറയുന്ന ആൾക്കാർക്കൊക്കെ അവർ ചെയ്യുന്നതാണ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ശരിയെന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റുമോ? അവർ 3% എടുക്കുന്നുള്ളൂ, ഞാൻ 12% എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10% എടുക്കുന്നുണ്ട്. ട്രേഡ് മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് തരുമ്പോൾ നമുക്ക് വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം? വാങ്ങിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടോ? അതല്ല കൂടുതൽ ലാഭം എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ അത് നീതിക്ക് നിരക്കാത്തതാണെന്നുള്ള തോന്നലല്ലോ ഉണ്ടോ? കൂടുതൽ ലാഭം ഇപ്പോൾ 1:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% നഷ്ടം, 3% ലാഭം. ഇനി ആ ലാഭം അവരൊരു 5%, 10%, 18% തന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം? ഇതിനകത്തിപ്പോൾ പുണ്യം കിട്ടാനല്ലല്ലോ നമ്മൾ ആരും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? ഇത് എൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യാതെ എന്നാൽ വേറെ പല പുതിയ ചാനലുകളിലും എന്നെ ടാഗ് ചെയ്തൊക്കെ ഒരു മെസ്സേജ് അയച്ചേക്കണം. അതൊരു കോമഡി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അവരാരും വാക്കൊക്കെ ഞാൻ തയ്യാറല്ല. പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ട്രേഡ് ചെയ്യും. അതിനകത്തിപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ഗ്യാമ്പിളിംഗ് ആണ്. ശരിയായുള്ള രീതി 1:3 ആണ്, അത്രയേ പാടുള്ളൂ. ആരാ നീ നിയമമൊക്കെ ഉണ്ടാക്കുന്നത്? ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ ഇതിനകത്ത് ഈ ട്രേഡിങ് പഠിക്കാനും അതിലൊന്ന് കാശ് കളയാതിരിക്കാനൊക്കെ ആയിട്ട് പല ആൾക്കാരുടെയും മറ്റേ വാട്സപ്പ് ചാറ്റിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഒന്നും പോയിട്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതികാരം തീർക്കുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല, ഗ്യാമ്പിളിംഗ് ആണ്. അതാണ് ഇത്. ഈ പറഞ്ഞ 18% ആയാലും 12% ആയാലും 10% ആയാലും ഇതൊന്നും എന്നും കിട്ടുന്നില്ല. അത് ഈ സമയത്ത് ഇപ്പോൾ കിട്ടും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ താരിഫ് മാറ്റിയതിൻ്റെയും 90 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയതിൻ്റെയും ഇപ്പോൾ ഒന്ന് എന്താ പറയുക, ഒന്ന് അടക്കി വച്ചിരുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് തുറന്നു വിട്ട പോലെ കുറച്ച് സ്റ്റോക്കുകൾ മേലോട്ട് ഉയരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും കയറുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് എൻ്റേതായ വലിയ സ്ട്രാറ്റജികളും ഞാനത് കൊടുത്തിട്ടില്ല. ഞാനത് ഇന്നും കൊടുക്കുന്നത് ഒരേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സ്കാൽപ്പിങ്ങിനകത്തും അതും ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ട്രേഡിങ്ങിൻ്റെ ഏത് സ്റ്റോക്കാണ് ശരി. ഇപ്പോൾ സൺഫാർമ എന്നിപ്പോൾ കാണിച്ച സൺഫാർമ ഉണ്ട്, മാക്സ് ഹെൽത്ത് ഉണ്ട്, റിലയൻസ് ഉണ്ട്. ഇപ്പോൾ ഏതാണെങ്കിലും ശരി അവരുടെ റാലി എങ്ങോട്ടാണ്? അത് മേളിലേക്കാണ് ഞാനും മേളിലേക്ക് പോകും, താഴേക്കാണ് ഞാനും താഴേക്ക് വരും. ഇന്ന് റിലയൻസ് താഴേക്ക് വരുന്ന 70% ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ ആ 30% ആൾക്കാരെ കൂടെ എന്തുകൊണ്ടാണ്? അത് ആ 70% ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ മേളിലേക്ക് വരും. 70% ആൾക്കാരും സെല്ലാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാനും സെല്ല് ചെയ്തിരുന്നെങ്കിൽ എന്ത് പറ്റിയായിരുന്നു? സെല്ല് ചെയ്തിരുന്നെങ്കിൽ എന്ത് പറ്റിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലോട്ട് പോയിട്ട് പിന്നെ എപ്പോഴും താഴോട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ
മേലോട്ട് കയറി അത്രയും താഴോട്ട് ഇറങ്ങിയിട്ടുമില്ല. അതായത് അവരുടേത് ആ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് അവൻ താഴോട്ട് അത് ഇറങ്ങിയില്ല, അവൻ അവിടെ നിന്നു. അതായത് ആ 70% ആൾക്കാർക്കും നല്ല രീതിയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ആ റിലയൻസിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് 14 കേട്ടോ, 14 തീയതി അല്ല, ഏപ്രിൽ 15 തീയതിയാണ്. ഓക്കെ, ഏപ്രിൽ 15 ട്രേഡിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ 15 നിങ്ങൾക്ക് ആ മറ്റേ റിലയൻസിൻ്റെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് അതങ്ങ് കയറി അങ്ങനെ അങ്ങോട്ട് സ്റ്റക്കായി, അങ്ങനെയാണ്. പിന്നെ ഒരു മൂവ്മെൻറ്റിലുണ്ട്, അങ്ങനെ അങ്ങ് നിന്നു. അപ്പോൾ ഞാൻ ആ മേലോട്ട് ബൈ എടുത്ത കാരണം കൊണ്ട് എനിക്ക് ആ ഒരു 2% എന്താ 840 890 എന്തോ എടുത്തു. ഞാൻ അതുകൊണ്ട് വിഡ്രോ ചെയ്ത് ഇറങ്ങി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ട്രേഡിങ്ങിൽ കൂടുതൽ പ്രോഫിറ്റ് എടുത്തതിൽ ആർക്കാണ് ഇത്ര സങ്കടം? എല്ലാവരും പറയുന്നത് 1:3 ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. 1:3 നല്ലൊരു കാര്യമാണ്. ഇതിപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാലയമൊന്നുമല്ല, കസിനോ ആണ്. കസിനോ ചൂതാട്ടം തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കസിനോ തന്നെയാണ്. പിന്നെ അതിൽ ബിസിനസ് ഉണ്ടാക്കുന്നവരും ഉണ്ട്. 1:3 വെച്ചിട്ടോ അല്ലെങ്കിൽ 2:5 വെച്ചിട്ടോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കാരണം അതിൽ മന്ത്ലി ഒരു ഇൻകം വയ്ക്കുന്നുണ്ട്, മന്ത്ലി അവർക്കൊരു വെൽത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അവർ ആ ഒരു മാസം കൊണ്ടുണ്ടാക്കുന്ന വെൽത്ത് ഞാൻ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി. അതാണ് കാര്യം. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പുതിയ അക്കൗണ്ട് ഇട്ടോ, ഞാൻ ആകെ 15-16 സബ്സ്ക്രൈബറായിട്ട് എന്തോ ഉള്ളൂ. അതിനകത്ത് എന്നെ മെൻഷൻ ചെയ്തിട്ട് നീ ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് ആണോ, നീ ചെയ്യുന്നത് ഗാംബ്ലിംഗ് അല്ലേ? ഞാൻ ചെയ്യുന്നത് ഗാംബ്ലിംഗ് ആണ് എന്ന് പറയാനും നിങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് പറയാനും നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അവകാശം? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് ട്രേഡിംഗ് ആണ്. ട്രേഡിങ്ങിൽ കാശ് ഉണ്ടാക്കാനല്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാനാണല്ലോ വന്നേക്കുന്നത്, അല്ലേ? അല്ലാതെ വെറുതെ വീട്ടിൽ കുറച്ച് നേരം വലിയ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടി, എന്നാൽ പിന്നെ കുറച്ച് റിലാക്സേഷൻ അയക്കാം. ഈ മുമ്പ് പിള്ളേർ PUBG ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് PUBG കളിക്കുന്ന പോലെ എന്നാൽ കുറച്ച് നേരം നിന്ന് കളിച്ചേക്കാം എന്നോർത്ത് കളിക്കുന്നതല്ലോ. ഇന്നത്തെ എല്ലാവർക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി പോയിൻ്റ് എല്ലാവർക്കും വേണ്ടത് എന്താ? പ്രോഫിറ്റാണ്, അല്ലേ? ഞാനും അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ പ്രോഫിറ്റ് ഇപ്പോൾ ഈ 18% അത് ഇതൊക്കെ എല്ലാ ദിവസവും കിട്ടുമൊന്നുമില്ല, അത് ഇപ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്തു. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഇത്രയും കഥ പറഞ്ഞ് എനിക്ക് ഒരു ലൈക്ക് തരാണ്ട് പോയില്ലെങ്കിൽ മോശമുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂല. സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി എന്തെങ്കിലും വീഡിയോസ് കിട്ടുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഇനി അടുത്ത ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിലും അതിനൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാസാവസാനം എൻ്റെ മൊത്തം പോർട്ട്ഫോളിയോ ഓരോ ദിവസം എത്ര പ്രോഫിറ്റ് എടുത്തു, എത്ര ലോസ് എടുത്തു എന്നുള്ളതൊക്കെ കാണിക്കുന്നത്. ഞാൻ ലോസ് എടുക്കുകയില്ല, ഫുള്ള് പ്രോഫിറ്റ് എടുക്കണം ഞാൻ പറയുന്നില്ല. ട്രേഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും. 90% ആൾക്കാരും ലോസും 10% ആൾക്കാർ പ്രോഫിറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ആ 10% ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും എൻ്റെ വിൻസ്റ്റിക്ക് ഞാൻ കൂട്ടും. ഏറ്റവും കൂടുതൽ ജയിച്ച പോലെ വിൻസ്റ്റിക്ക് ഞാൻ കൂട്ടും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് എൻ്റെ വീഡിയോ ഫുള്ളും തികച്ചും അത് എൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള മാത്രമാണ്. അതും ബിഗിനേഴ്സിനോട് ഞാനിത് ട്രേഡിങ് കയറി പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെ ട്രേഡിങ് ചെയ്യണമെന്ന് പറയുകയോ ഒന്നുമില്ല. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സെബിയുടെ ഒരു റൂൾ വന്ന കാരണം കൊണ്ട് ലൈവ് ട്രേഡൊന്നും ഇപ്പോൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, സെബിയുടെ ലൈസൻസ് ഇല്ലാത്ത ആർക്കും. അതുകൊണ്ട് ലൈവ് ട്രേഡിൻ്റെ ഇതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സത്യമാണ്. എന്നിരുന്നാലും ഒരു 10-15 ദിവസം കൂടുമ്പോൾ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ കാണിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ ഗൈസ്, സീ യു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും വണക്കം. എല്ലാവരും പറ്റുമെങ്കിൽ മുമ്പുള്ള 2-3 വീഡിയോസും കണ്ടു നോക്കൂ. അതിൽ പ്രോഫിറ്റ് എടുത്ത് നോക്കൂ. ഗാംബ്ലിംഗ് ആയിരിക്കും, ശരിയായിരിക്കാം. അതിനൊക്കെ റീസൺ ഞാൻ ഈ പറഞ്ഞ മാത്രമേ ഉള്ളൂ കേട്ടോ.